നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട അഴിമതി കേസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നാളായി ചാരം മൂടിക്കിടന്നിരുന്ന എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു. നേരത്തെ SFIO മാത്രം അന്വേഷിച്ച കേസ് ഇപ്പോൾ EDയും CBIയും കൂടി ഏറ്റെടുത്തതോടുകൂടി എവിടെ നിന്നൊക്കെയാണ് ഈ കേസിന് വീണ വിജയനെ തേടി ആളുകൾ എത്തുക, ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുക എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും തനിക്ക് ആരെയും ഭയമില്ല, തൻ്റെ മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ തെല്ലൊന്ന് പരിങ്ങിയ അവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം പത്രക്കാരോട് സംസാരിച്ചപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചു നടക്കുകയല്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത്. എന്നാൽ പെട്ടെന്നൊന്നും എൻ്റെ രക്തം നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നുള്ള ചില സൂചനകളും മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇത് അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ പേടിപ്പെടുത്തുന്നുണ്ട്. ഈ എക്സാലോജിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. SFIO അന്വേഷിച്ചിരുന്ന കേസിൽ കൂടുതൽ നിർണായകമാകുന്നത് ED കൂടി ഇതിലേക്ക് എത്തുന്നു എന്ന് അറിഞ്ഞോടുകൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേന്ദ്ര സംഘം ഏത് നിമിഷവും ക്ലിഫ് ഹൗസിലേക്കും വീണ വിജയൻ്റെ അടുത്തേക്കും എത്തും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ടാം ടേം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് തൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയും ഇപ്പോൾ നിഴലിക്കുന്നുണ്ട്. അത് CPM വൃത്തത്തെ തന്നെ ഏകദേശം ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് മൂന്നാം വട്ടവും തനിക്ക് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഒരു ആഗ്രഹം ഇനി നടക്കില്ല എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു. കാരണം വീണ വിജയൻ വിഷുവിന് മുൻപായി തന്നെ അല്ലെങ്കിൽ വിഷുവിനോട് അടുത്ത ആ ആഴ്ചയിൽ തന്നെ അറസ്റ്റിലായേക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വീണ വിജയൻ്റെ ഓഫീസ്, ക്ലിഫ് ഹൗസ്, അതുപോലെ ബന്ധപ്പെട്ട പിണറായി വിജയൻ ഉൾപ്പെട്ട എല്ലാ ഓഫീസും ഈ വീണ വിജയൻ ഉൾപ്പെട്ട എല്ലാ ഓഫീസുകളും കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓഫീസുകളും ഒക്കെ ED നിരീക്ഷണത്തിലാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വീണ വിജയൻ എന്നെ അറസ്റ്റോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനും തൽസ്ഥാനം രാജിവെക്കേണ്ടി വരും. അതോടുകൂടി ഈ മന്ത്രിസഭ തന്നെ നിലംപതിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയമായ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ ഈ കേസ് വലിയ തോതിൽ അല്ലെങ്കിൽ നിർണായകമായ ശക്തിയായി മാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഈ കേസിൻ്റെ ഏകദേശം ഫലം പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കേസിൻ്റെ അവസാന നിർണായകമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി വീണ വിജയൻ അറസ്റ്റിലാകും. മാത്രമല്ല അത് മുഖ്യമന്ത്രിയുടെ പതനത്തിന് തന്നെ കാരണമാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.